നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുക്കളായി മാറിയിരിക്കുകയാണ് അലുമിനിയവും പ്ലാസ്റ്റിക്കും. നമ്മളിൽ ഏറെപ്പേരും ജോലിസ്ഥലങ്ങളിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഭക്ഷണം വാങ്ങുമ്പോഴൊക്കെയും പ്ലാസ്റ്റിക് കവറുകളിലാണ് ചൂട് ഭക്ഷണം പായ്ക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അലുമിനിയം ഫോയിൽ പേപ്പറുകളിൽ പൊതിഞ്ഞ് പൊള്ളിച്ചെടുത്ത ഭക്ഷണങ്ങളും. എന്നാൽ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന വിഷാംശത്തെക്കുറിച്ച്. ചൂടായ ഭക്ഷണം പ്ലാസ്റ്റിക്കിലേക്കിടുമ്പോൾ പ്ലാസ്റ്റിക് ചൂടായി പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന ബിസ്ഫെനോൾ അല്ലെങ്കിൽ BPA എന്ന മാരകമായ രാസവസ്തു ഭക്ഷണത്തിൽ കലരുന്നു. അലുമിനിയം ചൂടാകുമ്പോഴും അലുമിനിയം സൾഫേറ്റ് എന്ന മാരക വസ്തു ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ക്രമേണ നമ്മളെ ഇത് മാരക രോഗത്തിന് അടിമയാക്കുന്നു. ക്യാൻസർ, വന്ധ്യത, ഗർഭമലസൽ, ഹൃദ്രോഗം മുതലായ രോഗങ്ങൾ ഇതിന് കാരണമാകുന്നു. ഈ തലമുറയിൽ ഈ രോഗങ്ങൾ അധികമായി കാണുന്നതും ഇതുതന്നെയാകാം. മുൻ തലമുറയിൽ ജീവിച്ചിരുന്നവർ അലുമിനിയവും പ്ലാസ്റ്റിക്കും വെറും പാഴ്വസ്തുക്കളായാണ് കണക്കാക്കിയിരുന്നത്. മൺകലങ്ങളിലും മൺചട്ടികളിലും പാകം ചെയ്ത് വാഴയിലയിൽ പൊതിഞ്ഞ് ഭക്ഷണം കഴിച്ചിരുന്നതായ ഒരു കാലം നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അന്ന് ഈ രോഗങ്ങളെക്കുറിച്ച് കേട്ടറിവ് പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ജീവിച്ചിരുന്നവർ 80, 90, 100 അതിനുമേലെയും ആയുസ്സോടെ ജീവിച്ചിരുന്നവരാണ്. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ആയുസ്സിൻ്റെ ദൈർഘ്യം 60 വയസ്സിന് താഴേക്കാണ് എന്ന് നാം മറന്നു പോകരുത്. ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തെ, വരും തലമുറയെ നമുക്ക് ഈ മാരക വിപത്തിൽ നിന്നും രക്ഷിച്ചുകൂടെ? നന്ദി.